കൗൺസിലറായ ലേഖ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി ലേഖ, എന്താണ് അവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? ആണുള്ളത് ആളുകളൊക്കെ ഉണ്ട്. അധികം കാട്ടിലേക്കൊന്നുമല്ല. കുറേ കാലങ്ങളായിട്ട് വയനാട്ടുകാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു പ്രോപ്പറായിട്ടുള്ള ഫെൻസിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇവിടെ എത്തിയിട്ടില്ല. അതും ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് പോലും അല്ല, ഒരു പുറത്തേക്കാണ്. അവിടെ നിന്നാണ് ഈ സ്ത്രീ വലിച്ചഴിച്ച് കൊണ്ടുപോയെന്നാണ് പറയപ്പെടുന്നത്. ഈ മൃതദേഹം കാട്ടിനുള്ളിലായിരുന്നു അല്ലേ? വലിയ കാടിനൊന്നും പറഞ്ഞുകൂടാ. ഒരു കാട്ടിലേക്ക് എൻട്രൻസ്, അവിടേക്ക് കാട്ടിനുള്ളിലേക്ക് എത്തിയിട്ടില്ല. അല്ല, കൂടെ ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അവർ കൃത്യമായി കണ്ടോ? കൂടെ ഉണ്ടായിരുന്ന ആള് ആരും ഉണ്ടായിരുന്നില്ലല്ലോ. കൂടെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. കൂടെ അതെയോ? ഇവിടെ ആളുകള്, വനം വകുപ്പിന്റെ ആളുകളൊക്കെ ഉണ്ട്. ആളുകൾ ഇങ്ങനെ ചെറിയൊരു പ്രശ്നമാണ്. കാരണം ഒരുപാട് കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഇവിടെ കൃത്യമായ ഫെൻസിങ്ങും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതും ഒക്കെ. അതിനൊന്നും ഇവിടെ നടപടി ഉണ്ടായിട്ടില്ല. അവിടെ എന്തെങ്കിലും പ്രതിഷേധമുണ്ടോ? പ്രതിഷേധം നടക്കുന്നത്? പ്രതിഷേധം വലിയ തോതിൽ ആളുകൾ പ്രതിഷേധമുണ്ട്. കാരണം ഈ എസ്റ്റേറ്റിൽ മേഖലകളിൽ പണിയെടുക്കുന്നവരാണ്, കൊണ്ടു പോകേണ്ടവരാണ്. അവർക്കൊന്നും ഒരു ജീവനും സ്വത്തിനും ഒന്നും സംരക്ഷണം ഇല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. എസ്റ്റേറ്റ് പാടിയുടെ അടുത്താണ്. ചെറിയ കുട്ടികളടക്കം മദ്രസിൽ പോകുന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥയാണുള്ളത്. ഈ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ തുടങ്ങിയോ? തുടങ്ങി. അപ്പൊ ആളുകളുടെ ചെറിയ പ്രതിഷേധത്തെ തുടർന്ന് ഒക്കെയാണ് മൃതദേഹം കൊണ്ടുപോകാനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുക. ഹലോ, മറ്റാരെങ്കിലും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നോ എന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഒരു ക്ലാരിഫിക്കേഷൻ. അവരുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു ആ സമയത്ത്? അറിയോ? അവരുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഈ ബോഡി ഇവര് അറിയില്ല. ഇവിടെ ആളുകളെ പുറത്തുനിന്ന് വലിച്ചഴിച്ച് കൊണ്ടുവന്നാണ്. അതിന്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് കൃത്യമായിട്ട് കിട്ടില്ല. എല്ലാവരും പല അഭിപ്രായങ്ങള് അപ്പുറത്തായിട്ട്. ഈ ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ട രാധയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലേഖ? എന്തോ ഈ രാധയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്ന് പറയാമോ? കൂടുതൽ വിവരങ്ങൾ ഞാൻ ഇവിടെ ചെറിയ സംഘർഷാവസ്ഥ. കുറച്ച് കഴിഞ്ഞ് വിളിക്കാവോ? ശരി, ഓക്കെ. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ പ്രശ്നങ്ങളുണ്ട്. ആളുകളുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ